ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള ചിക്കൻ നഗറ്റ്സ് ആണ്. ചിക്കൻ നഗറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് 4 പീസസ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ അരിക് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് മാറ്റിയെടുക്കണം, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും ബ്രസ്റ്റ് പീസസ് എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 250 ഗ്രാമിൻ്റെ മേലെ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസസ് തന്നെ എടുക്കണം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പാല് കൂടി ഒഴിച്ച് നല്ലവണ്ണം ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതിവിടെ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ചിക്കനും ബ്രെഡും കൂടിയിട്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് തന്നെ നിർമ്മതമായിട്ട് എടുക്കാൻ ശ്രമിക്കുക, കാരണം എല്ലോടുള്ള പീസസ് നമുക്ക് ഇതേപോലെ ഇത്ര പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങ നീര് അധികം കൂടിപ്പോണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യുമിൻ പൗഡർ എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുതൽ 1.25 ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടി, അത് എരിവുള്ളതോ എരിവില്ലാത്തതോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. സ്പൂണൊന്നും എടുത്ത് മിക്സ് ചെയ്താൽ നമുക്ക് ശരിക്കും ഇത് എല്ലാ സ്ഥലത്തും മിക്സായി കിട്ടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 1/2 മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിലൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. മസാലയിൽ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അരിക് കട്ട് ചെയ്ത് മാറ്റി വെച്ച അതിനെ കൊണ്ട് ഞാൻ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസും മുട്ടയും ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് ആദ്യം ബട്ടറോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ആ ഒരു മിക്സാണിത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നഗറ്റ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഈ ഒരു മീറ്റ് മിക്സ് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിതിവിടെ ഒറ്റ കോട്ടിങ്ങിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഡബിൾ കോട്ടിലും ചെയ്തെടുക്കാം. ഡബിൾ കോട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഇടുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ കുറച്ച് മൈദപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. മൈദപ്പൊടിയിൽ റോൾ ചെയ്തതിന് ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഡബിൾ കോട്ട് ചെയ്യണം എന്നുള്ളവർ തീർച്ചയായും ആ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഡബിൾ കോട്ട് ചെയ്യുന്നില്ല. ഡബിൾ കോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈദപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. മൈദപ്പൊടിയിൽ റോൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് റോൾ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മളൊരു പാനിലേക്ക് എടുക്കുക. ഓയിൽ നല്ലവണ്ണം ചൂടാവണം. നല്ലോണം ചൂടാവുന്നതാണ്, നല്ല ചൂട് തന്നെ ഇതിട്ട് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും പൊരിച്ചെടുക്കാൻ പാടില്ല. ഇതേപോലെ നല്ല ചൂടിലിട്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ജസ്റ്റ് സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് തയ്യാറാക്കി എടുക്കണം. ഇന്ന് നമ്മൾ നല്ല പേസ്റ്റാക്കി എടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. വെന്ത് കിട്ടാണ്ടായി പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വെന്ത് കിട്ടാണ്ടായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം. വേവാണ്ടായി പോകുന്നില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് ഇതേപോലെ റോൾ ചെയ്തെടുത്ത് ഇതെല്ലാം നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും കോരാം. ഇപ്പോൾ ഒരു ഭാഗം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗവും കൂടിയും ഈ ഒരു കളറിലേക്ക് ആയി വരുന്ന സമയത്ത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കംപ്ലീറ്റും നഗറ്റ്സും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നഗറ്റ്സ് എല്ലാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മയോണൈസും കെച്ചപ്പെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നഗറ്റ്സ് ഒന്നും ഇനി പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലിടുന്ന സ്പൈസസിൻ്റെ അളവെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കുക. ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ഏകദേശം എന്തെല്ലാം എന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളിത് റെഡിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും നഗറ്റ്സ് വാങ്ങാനൊന്നും ഇനി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.